വെറുപ്പിന്ന് ഈ രാജ്യത്ത് ഒരു സാധാരണ കാര്യമായി മാറി. വെറുപ്പ് പറയുന്നതിനോ വെറുപ്പ് പ്രവർത്തിക്കുന്നതിനോ തടസ്സമില്ലാത്ത അവസ്ഥയിലേക്കെത്തി. ഭാരതീയരാകുന്ന ജനങ്ങൾ ആ വെറുപ്പുകളോട് പൊരുത്തപ്പെട്ടു തുടങ്ങി എന്ന് മാത്രമല്ല, ആ വെറുപ്പിനും വിദ്വേഷത്തിനും ഇരയാകുന്നത് മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരോ ക്രൈസ്തവ സമുദായത്തിൽപ്പെട്ടവരോ ആണെങ്കിൽ അതിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നവരും ധാരാളമായി ഉണ്ടായി. മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്നവരെ ഇങ്ങനെ ചെയ്യുമ്പോൾ കൈയടിക്കുകയും നല്ലതായിരുന്നു എന്ന് പറയുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിരുന്ന ഒരു ചെറുതല്ലാത്ത ന്യൂനപക്ഷം ക്രൈസ്തവ സമൂഹത്തിലുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് മാറി ആരെയാണോ ഉന്നം വെക്കുന്നത് അവരെ ഇതുപോലെ ചെയ്യാൻ കഴിയുന്ന സ്വാതന്ത്ര്യം കിട്ടുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യം മാറി. ഞാനിത് പറഞ്ഞത് ത്രിപുരയിലെ ഉനക്കോട്ടി ജില്ലയിലെ അവസാന വർഷ MBA വിദ്യാർത്ഥിയായ അഞ്ചൽ ചക്മ ഒരു ചന്തയിൽ വെച്ച്, ഒരു പൊതുവിടത്തിൽ വെച്ചാണ് കുത്തേറ്റ് മരിക്കുന്നത്. ഈ ഡിസംബർ 9 അഞ്ചലിനെയും ഇളയ സഹോദരൻ മൈക്കിളിനെയും ഒരു സംഘം ആളുകൾ തടഞ്ഞു നിർത്തിയിട്ട് ആക്ഷേപിച്ചത് ചൈനക്കാരെന്നാണ്. ചൈനക്കാർ. ഇപ്പോൾ അത്തരത്തിൽ ആരെയും ഏത് രാജ്യക്കാരാണെന്ന് തീരുമാനിക്കുന്ന കുറച്ച് വംശവെറിയന്മാർ നമ്മുടെ രാജ്യത്തുണ്ട്. അവന്മാരെ പറഞ്ഞിട്ട് കാര്യമില്ല. അവന്മാർ പണ്ടും ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്, എന്നും ഉണ്ടാവും. എന്നാൽ അവന്മാർക്ക് സംരക്ഷണം നൽകുകയും അവന്മാരെ എല്ലാ അർത്ഥത്തിലും നിലനിർത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഭരണകൂട സംവിധാനം ഉള്ളപ്പോൾ അവന്മാരുടെ ഒരു രോമത്തിൽ തൊടാൻ പറ്റുന്ന തരത്തിലല്ലാതെ ആളുകൾ നല്ല റെഡിയായി നിൽക്കുമ്പോൾ അവനെന്താണ് ഇതിൽ പ്രയാസം ഉണ്ടാകേണ്ടത്? അവൻ വെച്ച് ചെയ്യല്ലേ. നമ്മുടെ മനോഹരമായ കേരളത്തിൽ കണ്ടില്ലേ, ഒരുത്തനെ അടിച്ചടിച്ചടിച്ചടിച്ച് അവൻ ബംഗ്ലാദേശിയാണോടാ എന്ന് ചോദിച്ച് ഇഞ്ചിഞ്ചായിട്ട് കൊന്നു. പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർ പറഞ്ഞത് തല മുതൽ മുടി മുതൽ കാലിൻ്റെ നഖം വരെ ചതയാത്ത ഒടിയാത്ത ഒരു ഭാഗമില്ല. ഞാൻ ഇങ്ങനൊരു മൃതശരീരം പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടില്ലെന്നാണ് പറഞ്ഞത്. സർക്കാർ 30 ലക്ഷം രൂപ പ്രഖ്യാപിച്ചു. ആരുടെ കാശെടുത്ത്? നമ്മളെപ്പോലുള്ളവൻ്റെ നികുതി പണം എടുത്ത് 30 ലക്ഷം രൂപ ഈ താന്തോന്നികൾ നടത്തിയ തെമ്മാടിത്തത്തിന് പകരമായി. യഥാർത്ഥത്തിൽ ആ തുക യവന്മാരിൽ നിന്നല്ലേ ഈടാക്കേണ്ടത്? യവന്മാരുടെ വസ്തുക്കൾ ജപ്തി ചെയ്യണ്ടേ? പണ്ട് പോപ്പുലർ ഫണ്ടുകാരെ നിരോധിച്ചപ്പോൾ 10 ദിവസത്തിനകം അവരുടെ എല്ലാ സംഗതികളും ഫ്രീസ് ചെയ്തതുപോലെ ഇവൻ്റെയൊക്കെ എല്ലാ സംഗതികളും ഫ്രീസ് ചെയ്യണ്ടേ? ആർക്കാണ് താല്പര്യം? കഴിഞ്ഞില്ലേ, വാർത്ത വന്നു, 30 ലക്ഷം രൂപ കൊടുത്തു, ഭരണപക്ഷം തൃപ്തിയായി. കാരണം വഷളാക്കിയാൽ അത് ഭരണപക്ഷത്തിന് ബുദ്ധിമുട്ടാണ്. പ്രതിപക്ഷം അതിനേക്കാൾ ഹാപ്പി. അവർ പഞ്ചായത്ത് ഇലക്ഷൻ ജയിച്ചതിൻ്റെ ആഘോഷം തീർന്നിട്ടില്ല. അതിൽ ഞാൻ അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്, ഇതെങ്ങനെ ജയിച്ചു എന്നുള്ളത് അറിയാതെ. അപ്പോൾ അവരും വിട്ടു. ഈ 30 ലക്ഷം രൂപ കൊടുത്തു. ഇനി എന്നെങ്കിലും 5-6 വർഷം കഴിഞ്ഞ് നമ്മൾ ഒരു കോടതി വിധിയിൽ വായിക്കും ഇവരുടെ കയ്യിൽ നിന്നെല്ലാം 25,000 രൂപ ഈടാക്കാൻ തീരുമാനിച്ചു. ഇവന്മാർക്ക് വല്ല ശിക്ഷയും കിട്ടുമോ? എങ്ങനെ കിട്ടും? ആൾക്കൂട്ടമർദ്ദനത്തിന് കേസെടുത്തത് പോലും ദിവസങ്ങളോളം ആളുകൾ ബഹളം വച്ചതിന് ശേഷമാണ് എന്നുള്ളതാണ് നമ്മുടെ കേരളത്തിലെ ഭരണ സംവിധാനത്തിൻ്റെ ഡീപ്പ് സ്റ്റേറ്റ് പ്രക്രിയ. അതിന് ഈ പറഞ്ഞ ഇവരെ ആരെയും കുറ്റം പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല, അത് ഡീപ്പ് സ്റ്റേറ്റാണ്. ഏതായാലും ഇതിനെ സംബന്ധിച്ച് രാഹുൽ ഗാന്ധി ഒരു പോസ്റ്റ് ഇട്ടു. വാട്ട് ഹാപ്പൻ ടു അഞ്ചൽ ചക്മ ആൻഡ് ഹിസ് ബ്രദർ മൈക്കിൾ ഇൻ ഡെറാഡൂൺ ഹിസ് എ ഹൊറിഫിക് ഹേറ്റ് ക്രൈം. ഹേറ്റ് ഡസൻ അപ്പിയർ ഓവർനൈറ്റ്. വിദ്വേഷവും വെറുപ്പും ഒറ്റ രാത്രി കൊണ്ടുണ്ടാവുന്നതല്ല. 4 years നൗ ഇറ്റ് ഈസ് ബീയിങ് ഫെഡ് ഡെയിലി. കുറേ വർഷങ്ങളായി ദിവസം പ്രതി എന്നോണം ഇതിങ്ങനെ വമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എസ്പെഷ്യലി ടു അവർ യൂത്ത്, പ്രധാനമായും നമ്മുടെ യുവാക്കളോട്. ത്രൂ ടോക്സിക് കണ്ടൻറ് ആൻഡ് ഇറസ്പോൺസിബിൾ നറേറ്റീവ്സ്. വളരെ ടോക്സിക്കായിട്ടുള്ള വിവരങ്ങളും അതുപോലെ തന്നെ ഇറസ്പോൺസിബിളായിട്ടുള്ള നറേറ്റീവ്സും. ഇപ്പോൾ അത് ന്യൂ നോർമൽ സിറ്റുവേഷൻ ആയിരിക്കുന്നു. ഇത് കണ്ടാരും ഞെട്ടുന്നില്ല, ഒന്നുമില്ല. അവൻ്റെ ഈ മരണപ്പെട്ടവൻ്റെ അവസാന വാക്കെന്താണെന്നറിയോ? മരണമൊഴി എന്നൊക്കെ പറയുന്നത് പോലെ ഐ ആം ഇന്ത്യൻ, ഐ ആം ഇന്ത്യൻ. ഞാൻ ഭാരതീയനാണ്. ബംഗാളിയോട് ചോദിച്ചപ്പോൾ ബംഗ്ലാദേശിയാണോടാ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ അല്ല എന്നവൻ പറഞ്ഞത്. ഏത് കള്ളുകൂടിയൻ, ഏത് വിദ്വേഷസംഘി, ഏത് വിവരദോഷിയാണ് കേട്ടത്? ഇത് ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ വാർത്തയിൽ പറയുന്നത് എ 24-year-old MBA student from Tripura who confronted a group of men hurling racial slurs at him. His younger brother died in Dehradun hospital on Friday. A 36-year-old MBA student from Tripura who was confronted a group of men hurling racial slurs at him and his younger brother died in Dehradun hospital on Friday after fighting for his life for over 14 days. The stabbing happened in December 19, minutes after Anjal Chakman said, "We are not Chinese, we are Indians. What certificate should we show to prove that?" അടിക്കുമ്പോൾ അവൻ ചോദിക്കുന്നുണ്ട്, ഞാൻ എന്ത് സർട്ടിഫിക്കറ്റാണ് നൽകേണ്ടത്? ഞാൻ ഇന്ത്യക്കാരനാണെന്ന്. അപ്പോൾ ഇത് പറഞ്ഞ വീഡിയോയുടെ താഴെ
ശ്രീകുമാർ എന്ന് പറഞ്ഞ മലയാളി രാഹുൽ ഗാന്ധിക്ക് കൊടുത്ത മറുപടിയാണ് അതിനേക്കാൾ രസം. പോടാ നാറി, ഇറ്റലിക്കാരാ, ഇന്ത്യക്കാരെ നീ പഠിപ്പിക്കണ്ട, ഓടറാ. ഈ വംശവെറിയനോടൊപ്പമാണ് കേരളത്തിൽ നമ്മളും ജീവിക്കുന്നത്. ഓർക്കണം, 24 വയസ്സുള്ള ഒരാളിനെ അടിച്ചു കൊന്നതിൻ്റെ വാർത്ത പങ്കുവെച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി എഴുതിയ പോസ്റ്റിൻ്റെ അടിയിലാണ് മലയാളിയായ ഫേക്ക് ഐ ഡിക്കാരനായ, ഒറിജിനലുകാരനൊന്നുമല്ല, ഫേക്ക് ഐ ഡിക്കാരനായ ഈ റാസ്കൽ ഇങ്ങനെ എഴുതിയത്. അവൻ്റെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവൻ്റെ പേരാണ് ശ്രീകുമാർ. യഥാർത്ഥത്തിൽ ഈ അടിച്ചു കൊന്ന എവൻ്റെ മനസ്സുള്ള അതേ വേറൊരാൾ നമ്മുടെ ഇടയിലും ഒരാളല്ല, ഒത്തിരി പേർ ജീവിക്കുന്നുണ്ട്. നമ്മൾ നാളെ കൊല്ലപ്പെടാം, ഈ ബംഗ്ലാദേശിയെ പോലെ. കരുതിയിരിക്കുക. അതാണ് പുതിയ ഭാരതം.